അമേരിക്ക ഇപ്പൊ തൽക്കാലം അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച മിസൈൽ തന്നെ ആംറാം എന്ന് പറഞ്ഞ മിസൈൽ. ആ ആംറാം മിസൈല് അമേരിക്കയ്ക്ക് അത് പോരാ എന്ന് തോന്നിയിട്ട് ഈ യൂറോപ്പ്, അതായത് ഫ്രാൻസിന്റെ മെറ്റിയോർ മിസൈൽ അമേരിക്ക സ്വന്തം വിമാനങ്ങളിൽ F-35 F-22 റാപ്റ്ററിലും ഘടിപ്പിക്കാൻ പോവാണ്. അപ്പോ നമുക്ക് മനസ്സിലാകാമല്ലോ ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന്റെ പ്രസക്തി എന്താണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ കൈവശമുള്ള വ്യോമസേനകൾക്ക് അത് കൊടുക്കുന്ന ആത്മവിശ്വാസവും മേൽക്കൈയും എത്രയാണെന്ന്. പഴയ കാലത്തൊക്കെ യുദ്ധവിമാനങ്ങൾ ഏർപ്പെട്ടിരുന്ന ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്ന, അതായത് രണ്ട് വിമാനങ്ങൾ അടുത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പീരങ്കി കൊണ്ട് വെടിവെക്കുക. അതൊരു 20-25 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഒരു വിമാനത്തിൽ നിന്ന് വെടിയുണ്ടകളെ തലകുത്തിമറിഞ്ഞ് അത് രക്ഷപ്പെടാൻ നോക്കുക. രണ്ട് കടിപിടി കൂടുന്ന രണ്ട് മൃഗങ്ങളെ പോലെ ആകാശത്തിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധമാണ്. അങ്ങനെ അത് പലപ്പോഴും പഴയ കാലത്തൊക്കെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വിമാനങ്ങൾ ആകാശത്തിൽ വെച്ച് നടത്തുന്ന യുദ്ധങ്ങൾ ഫോട്ടോഗ്രാഫർമാരൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കുക വരെ ചെയ്തു. പക്ഷെ ആ കാലമൊക്കെ ഇന്ന് ഈ പരസ്പരം ആക്രമിക്കുന്ന രണ്ട് വിമാനങ്ങളും കാഴ്ചയുടെ പരിധിക്കൊക്കെ അപ്പുറമായി. ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ കൈവശമുള്ള അസ്ത്രാവ് ഒന്നിന് പോലും, ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്രാവ് ഒന്നിന് പോലും 110-120 കിലോമീറ്റർ ഒക്കെ റേഞ്ച് ഉണ്ട്. പാകിസ്ഥാന്റെ കൈവശമുള്ള അമേരിക്കയുടെ ആംറാമിനും ഉണ്ട് 120 കിലോമീറ്റർ. അപ്പം ഇത്തരം മിസൈലുകള്, അതുപോലെ ഇസ്രായേലിന്റെ ഡെർബി എന്നൊക്കെ പറയുന്ന ഇപ്പം 50 കിലോമീറ്റർ തൊട്ട് മുകളിലോട്ട് റേഞ്ച് ഉള്ള നിരവധി തരത്തിലുള്ള എയർ ടു എയർ മിസൈലുകൾ ഇപ്പൊ എല്ലാ വിമാനങ്ങളിലും ഘടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ